Then anomalies of fluorine. ഫ്ലോറിൻ്റെ അനോമലസ് ബിഹേവിയർ. നമ്മൾ നേരത്തെ ഫ്ലോറിൻ ഫസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ വേറൊരു വേർഷൻ തന്നെയാണിത്, അനോമലിറ്റീസ് ഓഫ് ഫ്ലോറിൻ. നോക്ക്, അയണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റ് എലമെൻ്റ് ആണല്ലോ. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി വെരി ഹൈ ആവും. ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, പിന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇതൊക്കെ ഓൾ ആർ ഹയർ ഫോർ ഫ്ലോറിൻ than what is expected from the trends shown by other halogen. ബാക്കിയുള്ളവർ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയും അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഒക്കെ ആർക്ക് കൂടുതലാണ്? ഫ്ലോറിന് കൂടുതലാണ്. പിന്നെ അയോണിക് ആൻഡ് കൊവാലൻ്റ് റേഡിയെ, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർ ക്വൈറ്റ് ലോവർ ദാൻ എക്സ്പെക്റ്റഡ്. അയോണിക് ആൻഡ് കൊവാലൻ്റ് റേഡിയെ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ച് കുറവാണ്. നമ്മൾ സാധാരണ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂവിൽ പ്രതീക്ഷിക്കുക ഫ്ലോറിനാണ് മോർ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുക, മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുക നമ്മൾ വിചാരിക്കും. ബട്ട് ഫ്ലോറിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് അവിടെ ക്ലോറിനാണ് എന്ത് ചെയ്യണത്? മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ചെറുതാണ്. ഏതൊക്കെയാണ്? അയോണിക് ആൻഡ് കൊവാലൻ്റ് റേഡിയെ, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർ ക്വൈറ്റ് ലോവർ ദാൻ വി എക്സ്പെക്റ്റഡ്. പിന്നെ ഫ്ലോറിൻ ഡിസോസിയേഷൻ എൻതാൽപ്പി ലോ. പിന്നെ മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് ഓഫ് ഫ്ലോറിൻ ആർ എക്സോതെർമിക്. ഫ്ലോറിൻ്റെ അധിക റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. അധിക റിയാക്ഷൻ വിത്ത് ഫ്ലോറിൻ ആർ എക്സോതെർമിക് റിയാക്ഷനാണ് അധികവും കാണിക്കുന്നത്. അങ്ങനെ കാണിക്കാനുള്ള റീസൺ എന്താ? സ്മോൾ ആൻഡ് സ്ട്രോങ് ബോൺസ് ആർ ഫോംഡ് ബൈ ഇറ്റ് വിത്ത് അതർ എലമെൻറ്റ്സ്. മറ്റു എലമെൻറ്റുകളുമായിട്ട് ഇവരുണ്ടാക്കുന്ന ബോണ്ട് സ്മോളാണ്, അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിരിക്കും. ബോണ്ട് ലെങ്ത് ഒന്നും കൂടാത്തതുകൊണ്ട് വളരെ സ്ട്രോങ് ബോണ്ടാണ് ഉണ്ടായിരിക്കുക. ആ സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലോറിൻ്റെ അധിക റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ HF അല്ലേ, നമ്മൾ നേരത്തെ HF, HCl, HBr ഒക്കെ നോക്കി. അതിൽ HF മാത്രം ലിക്വിഡ് സ്റ്റേറ്റിലാണ്. HF ഈസ് ലിക്വിഡ്, ബാക്കിയുള്ളവരൊക്കെ ഗ്യാസ് സ്റ്റേറ്റിലാണ്. HCl-ഉം HBr-ഉം HI ഒക്കെ എന്താണ്? ഗ്യാസ് സ്റ്റേറ്റിലാണ്. HF ഈസ് ലിക്വിഡ്. എന്തുകൊണ്ട് HF ലിക്വിഡായി? നോക്ക്, HF-ൽ ഏത് ബോണ്ട് ഉണ്ട്? HF-ലുള്ള ബോണ്ടാണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. HF-ലുള്ള ബോണ്ട് ഏതാണ്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. കാരണം ഹൈഡ്രജനും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റായ ഫ്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരുമായിട്ടുണ്ടാക്കുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ HF-ൽ നടക്കുന്നത് എന്താണ്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? HF ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു, ബാക്കിയുള്ളവരൊക്കെ ഗ്യാസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഫോം ഓൺലി വൺ ഓക്സോ ആസിഡ് വിത്ത് അതർ ഹാലജൻ ഫോം എ നമ്പർ ഓഫ് ഓക്സോ ആസിഡ്. ഫ്ലോറിൻ ഒറ്റ ഓക്സോ ആസിഡ് ഫോം ചെയ്യുന്നുള്ളൂ, നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് ഓക്സോ ആസിഡുകൾ ഫോം ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഫ്ലോറിൻ്റെ അനോമലിറ്റീസ്. ഫ്ലോറിൻ്റെ അനോമലസ് ബിഹേവിയർ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്ലോറിൻ കാണിക്കുന്നത് ഇത്തരം ബിഹേവിയർ ഒക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്ലോറിൻ എന്നുള്ള ഒരു കോമ്പൗണ്ടിനെ പറ്റിയാണ്. Cl2, ക്ലോറിൻ മോളിക്യൂള്, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ക്ലോറിൻ അതായത് Cl2. എങ്ങനെയാണ് ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ വരിക? ബൈ ഹീറ്റിംഗ് MnO2 വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. മാംഗനീസ് ഡയോക്സൈഡും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോറിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നോക്കാം, മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl എന്താണ് കിട്ടുക? നമുക്ക് മാംഗനീസ് ഡയോക്സൈഡും HCl-ഉം റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടുകൾ MnCl2 പ്ലസ് H2O, MnCl2 പ്ലസ് H2O, MnCl2 പ്ലസ് H2O.
ബാലൻസ് ചെയ്യുമ്പോൾ 2H2O ഉണ്ടാവും. HClൻ്റെ 4 മോളിക്യൂൾ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ 4 HCl മോളിക്യൂളാണ് എടുക്കുക. MnO2 പ്ലസ് 4HCl ഗീവ്സ് MnCl2 പ്ലസ് 2H2O. ഈ MnO2 then mixture of sodium chloride and concentrated sulfuric acid can also be used in the place of HCl. HClന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള മിക്സർ ഉപയോഗിക്കാം. അപ്പോഴും കിട്ടുന്ന തന്നെയാണ് HCl തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ MnCl2 ഉണ്ടാകും, H2O ഉണ്ടാകും. ഇനി ഇവിടെ ആരും കൂടെ ബാക്കിയുണ്ട്, നമ്മളൊരു പ്രോഡക്റ്റും കൂടെ എഴുതാൻ ബാക്കിയുണ്ട്. 4 Cl ഇല്ലേ, 2 Cl ഇവിടെ ആയിട്ടുള്ളൂ. ആ ബാക്കി ആരുണ്ട്? നമ്മളെ മെയിൻ പ്രോഡക്റ്റായ Cl2 പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. അപ്പോൾ മാംഗനീസ് ഡയോക്സൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്താൽ വി ഗെറ്റ് മാംഗനീസ് ക്ലോറൈഡ് പ്ലസ് H2O പ്ലസ് ക്ലോറിൻ. പിന്നെ റിയാക്ഷൻ ഉള്ളത് HClഉം KMnO4ഉം റിയാക്ട് ചെയ്യാം. ഹൈഡ്രജൻ ക്ലോറൈഡും അതേപോലെ KMnO4ഉം പൊട്ടാസ്യം പെർമാംഗനേറ്റും കൂടെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക? നമുക്ക് 2KMnO4 പ്ലസ് 16HCl. 2KMnO4 പ്ലസ് 16HCl gives 2KCl plus 2MnCl2. 2KCl plus 2MnCl2 plus 8H2O. ബാക്കി എത്ര ക്ലോറിൻ ഉണ്ടാവും? ഇവിടെ ടോട്ടൽ 16 ക്ലോറിൻ ഉണ്ട്. അതിൽ 2 എടുത്തു, 2 × 2 4 എടുത്തു അല്ലെ. 4 × 2 6 ക്ലോറിൻ കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 10 Cl ഉണ്ട്. 10 Cl എന്ന് പറഞ്ഞാൽ എത്ര Cl2 ആ? 5 Cl2, 5 Cl2. അപ്പോൾ ക്ലോറിൻ്റെ അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് ഇങ്ങനെ പറയാം: റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിത്ത് HCl വി ഗെറ്റ് ക്ലോറിൻ ആസ് ദി പ്രോഡക്റ്റ്. പിന്നെ ക്ലോറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രിപ്പറേഷനാണ് ഡെക്കൺസ് പ്രോസസ് എന്ന് പറയും. ഡെക്കൺസ് പ്രോസസ്. ഡെക്കൺസ് പ്രോസസ് എങ്ങനെയാണ് ഡെക്കൺസ് പ്രോസസ്സിലൂടെ ക്ലോറിൻ ഉണ്ടാക്കുക? ഡെക്കൺസ് പ്രോസസ്സിലൂടെ ക്ലോറിൻ ഉണ്ടാക്കുന്നത് 4HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് CuCl2 കോപ്പർ ക്ലോറൈഡ് 4HCl പ്ലസ് O2 ഇൻ പ്രസൻസ് ഓഫ് CuCl2 അറ്റ് 723 Kelvin. 723 കെൽവിനിലാണ് ആ റിയാക്ഷൻ നമ്മൾ നടത്തുന്നത്. ആ 4HCl പ്ലസ് O2 ഗീവ്സ് നമുക്ക് എന്താ പ്രോഡക്റ്റ്? 2Cl2 പ്ലസ് 2H2O. 2Cl2 പ്ലസ് 2H2O. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോറിനെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. അപ്പോൾ ഡെക്കൺസ് പ്രോസസ്. HClഉം ഓക്സിജനും റിയാക്ട് ചെയ്യുക, എന്നിട്ട് ക്ലോറിൻ കിട്ടുന്ന പ്രോസസ്സാണ് ഡെക്കൺസ് പ്രോസസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോളിറ്റിക് പ്രോസസ്സാണ്. ഇലക്ട്രോളിറ്റിക് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇൻ ദ ഇലക്ട്രോലൈറ്റ്സ് ഓഫ് ബ്രൈൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് നമ്മൾ NaCl ഇലക്ട്രോളിസിസ് നടത്താം. അപ്പോൾ അവിടെ എന്തുണ്ടാവും? Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ക്ലോറിൻ എവിടെ ലിബറേറ്റ് ചെയ്യും? ആനോഡിൽ ക്ലോറിൻ ലിബറേറ്റഡ്. ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ, ദാറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ക്ലോറിൻ ഈസ് ലിബറേറ്റഡ് അറ്റ് ദ ആനോഡ്. ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നു. ഇതാണ് ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ. ഇനി നമുക്കതിൻ്റെ പ്രോപ്പർട്ടികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ. ക്ലോറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ടത്, ക്ലോറിൻ്റെ കളർ ഏതാ? ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്. ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്. ക്ലോറിൻ ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്. ഹാസ് പഞ്ചൻ്റ് ഓർഡർ. അത്ര സുഖകരമല്ലാത്ത ഒരു സ്മെല്ലാണ് എന്തിനുള്ളത്? ക്ലോറിനുള്ളത്. ഹാസ് പഞ്ചൻ്റ് ഓർഡർ. പിന്നെ 2 to 5 times ഹെവിയർ ദാൻ എയർ. 2 to 5 times ഹെവിയർ ദാൻ എയർ.
2 to 5 times heavier than air. എയറിനേക്കാളും 2 മുതൽ 5 മടങ്ങ് വരെ ഭാരം കൂടുതലാണ്. പിന്നെ ക്യാൻ ബി ലിക്വിഫൈഡ് ഈസിലി ഇൻ ടു ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ്. ഇതിനെന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ആക്കിയിട്ട് മാറ്റാം. വിച്ച് ബോയിൽസ് അറ്റ് 239 കെൽവിൻ. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 239 കെൽവിനാണ്. അപ്പോൾ ക്ലോറിൻ ഗ്യാസിന് നമുക്ക് ക്ലോറിൻ ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ക്ലോറിൻ എന്താണ്? സോലുബിൾ ആണ്. സോലുബിൾ ഇൻ വാട്ടർ. പിന്നെ മെറ്റലുമായിട്ടും നോൺ മെറ്റലുകളുമായിട്ടും ക്ലോറിൻ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റിയാക്ഷൻ ഓഫ് ക്ലോറിൻ വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. കുറച്ച് റിയാക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് 2Al പ്ലസ് 3Cl2 അലുമിനിയവും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്യാം. 2Al പ്ലസ് 3Cl2 ഗീവ്സ് നമുക്ക് എന്താ കിട്ടുക? അലുമിനിയം ക്ലോറൈഡ് AlCl3 അല്ലേ? 2AlCl3 കിട്ടും. അപ്പോൾ അലുമിനിയവും ക്ലോറിനും റിയാക്ട് ചെയ്താൽ അലുമിനിയം ക്ലോറൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ 2Na പ്ലസ് Cl2 മെറ്റലാണ്, സോഡിയവും ക്ലോറിനും നമ്മൾ റിയാക്ട് ചെയ്യുക. വാട്ട് വി വിൽ ഗെറ്റ്? സോഡിയം ക്ലോറൈഡ് NaCl 2NaCl. നമുക്കറിയാം അലുമിനിയത്തിൻ്റെ വാലൻസി 3 ആണ്, അത് ക്ലോറിൻ്റെ താഴെ കൊടുത്തു. ക്ലോറിൻ്റെ വാലൻസി 1, അത് അലുമിനിയത്തിൻ്റെ താഴെ. അങ്ങനെയാണ് AlCl3 ഉണ്ടായത്. ഇവിടെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും വാലൻസി 1 ആണ്. അതുകൊണ്ടാണ് NaCl കിട്ടിയത്. ഇതൊക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അയൺ Feയുമായിട്ട് റിയാക്ട് ചെയ്യാം. Fe പ്ലസ് Cl2 ഗീവ്സ് 2Fe പ്ലസ് 3Cl2 ഗീവ്സ്. അയണും ക്ലോറിനും റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? FeCl3 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. FeCl3 സോറി, ഇവിടെ 2Fe, ഇവിടെ 3Cl2. അപ്പോൾ ഏതായിരിക്കും കിട്ടുക? FeCl3 2 മോൾ 2FeCl3 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഒരു നോൺ മെറ്റലായ ഫോസ്ഫറസുമായിട്ട് ക്ലോറിൻ എങ്ങനെ റിയാക്ട് ചെയ്യാം? ഫോസ്ഫറസ് P4 പ്ലസ് 6Cl2 P4 plus 6Cl2 gives 5Cl2 മതി. P4 plus 5Cl2 gives 4 PCl5. 4 into 5 20 chlorine. So here we need 10Cl2. Okay, P4 plus 10Cl2 gives 4 PCl5. പിന്നെ P4 plus 6Cl2 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4 PCl3 കിട്ടും. 6Cl2 ആണെങ്കിൽ 4 PCl3. P4 plus 6Cl2 gives 4 PCl3. അതേപോലെ തന്നെ സൾഫറും ക്ലോറിനും റിയാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൾഫർ S8 അല്ലേ? സൾഫർ 8 ആയിട്ടല്ലേ നിൽക്കുക. അപ്പോൾ S8 പ്ലസ് 4Cl2. S8 പ്ലസ് 4Cl2 gives 4H2Cl2. 4H2Cl2. അപ്പം ഇങ്ങനെയാണ് ക്ലോറിൻ മെറ്റലുകളുമായിട്ടും നോൺ മെറ്റലുകളുമായിട്ടൊക്കെ റിയാക്ഷൻ നടക്കുന്നത്. ഈ രൂപത്തിലാണ്. അലുമിനിയവുമായിട്ടാണെങ്കിൽ അലുമിനിയം ക്ലോറൈഡ്, സോഡിയവുമായിട്ടാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, അയണുമായിട്ടാണെങ്കിൽ ഫെറിക് ക്ലോറൈഡ്, പിന്നെ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, സൾഫർ ക്ലോറൈഡ്. ഇതൊക്കെയാണ് ക്ലോറിൻ്റെ മെറ്റലുകളും നോൺ മെറ്റലുകളുമായിട്ടുള്ള റിയാക്ഷൻ. ഇനി നമുക്ക് ക്ലോറിന് ഹൈഡ്രജനുമായിട്ട് നല്ല അഫിനിറ്റി ഉണ്ട് അല്ലേ? ഹൈഡ്രജനുമായിട്ട് ക്ലോറിൻ എന്ത് ചെയ്യും? വേഗം റിയാക്ഷൻ നടക്കും. എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഹൈഡ്രജനുമായിട്ടുള്ള ക്ലോറിൻ്റെ റിയാക്ഷൻ എങ്ങനെ വരുന്നു നോക്കൂ. H2 പ്ലസ് Cl2 ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താ കിട്ടുക? വി ഗെറ്റ് 2HCl. H2 പ്ലസ് Cl2 ഗീവ്സ് 2HCl. അതേപോലെ ഇപ്പം ഹൈഡ്രജൻ്റെ ഒരു കോമ്പൗണ്ട് എടുത്തു H2S, ഹൈഡ്രജൻ സൾഫൈഡ് എടുത്തു, ദാറ്റ് റിയാക്ട് വിത്ത് Cl2. H2S പ്ലസ് Cl2 ഗീവ്സ് എന്താ കിട്ടുക? 2HCl പ്ലസ് സൾഫർ. 2HCl പ്ലസ് സൾഫർ. അതായത് H2Sമായിട്ടും ക്ലോറിൻ റിയാക്ട് ചെയ്താൽ ക്ലോറിനും ഇതിലത്തെ ഹൈഡ്രജനും തമ്മിൽ വേഗം റിയാക്ഷൻ നടന്ന് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ആയിട്ട് മാറും. അതേപോലെ തന്നെ C10H16 അല്ലേ, ഹൈഡ്രോകാർബൺ ആണ്. C10H16 പ്ലസ് 8Cl2 എന്താ റിയാക്ഷൻ നടക്കേണ്ടത്? ക്ലോറിനും ഹൈഡ്രജനും റിയാക്ഷൻ നടക്കണം, കാർബൺ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ എന്താ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക? 16HCl പ്ലസ് 10 കാർബൺ ആറ്റം. 16HCl പ്ലസ് 10 കാർബൺ ആറ്റം. ഇതാണ്, അതായത് ക്ലോറിന് ഹൈഡ്രജനുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ നടക്കുന്നു എന്നാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ക്ലോറിൻ അമോണിയയുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണ്? ക്ലോറിൻ്റെ റിയാക്ഷൻ വിത്ത് അമോണിയ. റിയാക്ഷൻ വിത്ത് അമോണിയ എങ്ങനെ നോക്ക്. ഒരു റിയാക്ഷനാണ് 8NH3 അമോണിയ, 8NH3 പ്ലസ് 3Cl2. അത് ക്ലോറിനേക്കാളും കൂടുതൽ ആരെടുത്തു? അമോണിയ എടുത്തു. എക്സസ് അമോണിയ റിയാക്ട് വിത്ത് ക്ലോറിൻ. കിട്ടുന്ന പ്രോഡക്റ്റ് 6NH4Cl അമോണിയം ക്ലോറൈഡ്. 6NH4Cl പ്ലസ് N2. 6NH4Cl പ്ലസ് N2. അപ്പോൾ എക്സസ് അമോണിയ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? അമോണിയം ക്ലോറൈഡും നൈട്രജനും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അടുത്തൊരു റിയാക്ഷൻ നോക്കാം. NH3 പ്ലസ് 3Cl2. ഒരു NH3 3 Cl2. അപ്പോൾ ആരാ കൂടുതൽ? ക്ലോറിൻ കൂടുതലാണ്. അപ്പോൾ എക്സസ് ക്ലോറിനുമായിട്ട് റിയാക്ഷൻ നടക്കാം. എക്സസ് ക്ലോറിനുമായിട്ട് അമോണിയ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ NCl3 പ്ലസ് 3HCl. NCl3 പ്ലസ് 3HCl. NCl3 എന്ന് പറഞ്ഞാൽ ഏതാണ്? നൈട്രജൻ ട്രൈക്ലോറൈഡാണ്. നൈട്രജൻ ട്രൈക്ലോറൈഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എക്സ്പ്ലോസീവ്. NCl3 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ട്രൈക്ലോറൈഡ്. നൈട്രജൻ ട്രൈക്ലോറൈഡ് ഇതെന്തായിട്ട് ഉപയോഗിക്കുന്നതാണ്? എക്സ്പ്ലോസീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് NCl3 എന്നുള്ള കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, എക്സസ് അമോണിയ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ അമോണിയം ക്ലോറൈഡ്, എക്സസ് ക്ലോറിൻ അമോണിയമായിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രജൻ ട്രൈക്ലോറൈഡ്. ഇതാണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ നമുക്ക് റിയാക്ഷൻ നോക്കാനുള്ളത് ആൽക്കലിയുമായിട്ടുള്ള റിയാക്ഷനാണ്. ആൽക്കലിയുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണ് വരിക നോക്കാം. ആൽക്കലി അല്ലേ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആൽക്കലി എന്ന് വിളിക്കുക. അതിൻ്റെ റിയാക്ഷൻ എങ്ങനെ നോക്കാം. ആൽക്കലിയുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ നോക്ക്. 2NaOH sodium hydroxide which is an alkali react with chlorine Cl2. ഈ NaOH കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് ആണ്. കോൾഡ് ആണ്, വെള്ളം ചേർത്തിട്ടുണ്ട്, ഡൈല്യൂട്ടാണ്, അത്ര സ്ട്രോങ് അല്ല. കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് ക്ലോറിൻ. എന്തൊക്കെയാണ് കിട്ടുക? NaCl, സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് NaOCl,
സോഡിയം ഓക്സിക്ലോറൈഡ് NaOCl പ്ലസ് H2O. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നും ഇതിനെ പറയാം കേട്ടോ. സോഡിയവും ഓക്സിജനും ക്ലോറിനും കൂടെ ഉള്ളതാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡുമായി ക്ലോറിൻ റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് സോഡിയം ക്ലോറൈഡ് NaOCl, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, ഇതാണ് റിയാക്ഷൻ. ഇനി നമുക്ക് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് NaOHുമായിട്ട് ക്ലോറിന് ഒന്ന് റിയാക്ഷൻ നടത്തി നോക്കാം. നമുക്ക് 6NaOH പ്ലസ് 3Cl2, 6NaOH പ്ലസ് 3Cl2. ഈ NaOHൻ്റെ പ്രത്യേകത എന്താ? ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് കേട്ടോ. ഇവിടെ കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് ആണ്, ഇവിടെ എന്താണ്? ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് NaOHുമായിട്ട് ക്ലോറിൻ റിയാക്ഷൻ നടക്കുന്നു. കിട്ടുന്ന പ്രോഡക്റ്റുകൾ 5NaCl, ഒന്ന് സോഡിയം ക്ലോറൈഡ് തന്നെയാണ്, 5NaCl പ്ലസ് NaClO3. NaClO3 എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറേറ്റ്, സോഡിയം ക്ലോറേറ്റ് പ്ലസ് 3H2O. ഇതിൻ്റെ പേരെന്താണ്? സോഡിയം ക്ലോറേറ്റ്, സോഡിയം ക്ലോറേറ്റ് പ്ലസ് H2O. ശ്രദ്ധിക്കുക, ഈ രണ്ട് പ്രോഡക്റ്റ് മാത്രമേ വ്യത്യാസം വരുള്ളൂ. കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ സോഡിയം ക്ലോറേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്ലോറിനെ സ്ലൈക്കഡ് ലൈമുമായിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. റിയാക്ട്സ് വിത്ത് സ്ലൈക്കഡ് ലൈം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം, ബ്ലീച്ചിങ് പൗഡർ. സ്ലൈക്കഡ് ലൈമുമായിട്ട് ക്ലോറിനെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ബ്ലീച്ചിങ് പൗഡറാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. നമുക്ക് നോക്കാം. സ്ലൈക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അപ്പോൾ 2CaOH ട്വൈസ് പ്ലസ് 2Cl2. കാൽഷ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? CaOCl ട്വൈസ്, CaOCl ട്വൈസ് പ്ലസ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ, CaOCl ട്വൈസ് പ്ലസ് CaCl2 പ്ലസ് H2O. This compound, calcium oxychloride, is termed as bleaching powder. ഈ കാൽഷ്യം ഓക്സിക്ലോറൈഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബ്ലീച്ചിങ് പൗഡർ എന്ന് വിളിക്കുക. കാൽഷ്യം ഓക്സിക്ലോറൈഡ് ഈസ് കോൾഡ് ആസ് ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രോ കാർബണുമായിട്ടുള്ള ക്ലോറിൻ്റെ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലോറിൻ്റെ ഹൈഡ്രോ കാർബണുമായിട്ടുള്ള റിയാക്ഷൻ വിത്ത് ഹൈഡ്രോ കാർബൺ. നമുക്ക് ഹൈഡ്രോ കാർബൺ നമുക്കറിയാം, ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലോറിൻ ഹൈഡ്രോ കാർബണുമായി റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? സപ്പോസ് ഒരു ഹൈഡ്രോ കാർബൺ ആണ് CH4. CH4 എന്ന് പറഞ്ഞാൽ ഏതാ? മീഥെയിൻ. CH4 മീഥെയിൻ. ക്ലോറിനുമായിട്ട് റിയാക്ഷൻ നടക്കാം ഇൻ പ്രസൻസ് ഓഫ് UV, അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ പ്രസൻസിൽ ക്ലോറിനും മീഥെയിനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതാ? CH3Cl പ്ലസ് HCl, CH3Cl മീഥൈൽ ക്ലോറൈഡ് പ്ലസ് HCl. അതായത് ഇതൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണാണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ക്ലോറിനുമായിട്ട് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നടക്കുക. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടെടുത്തു, ഇവിടുത്തെ ഒരു Cl ഇങ്ങോട്ടും എടുത്തു. അപ്പോൾ CH3Cl പ്ലസ് HCl. ഇനി നമുക്കൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സപ്പോസ് എത്തീൻ, C2H4 അല്ലേ, എത്തീൻ പ്ലസ് Cl2
C2H4 പ്ലസ് Cl2. നോർമൽ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ എത്തീനും ക്ലോറിനും റിയാക്ഷൻ നടന്നാൽ നമുക്ക് കിട്ടുക C2H4Cl2. C2H4Cl2 അത് 1,2 ഡൈക്ലോറോ ഈഥെയ്ൻ. 1,2 ഡൈക്ലോറോ ഈഥെയ്ൻ. ഇതെന്ത് റിയാക്ഷൻ സംഭവിച്ചു? അഡീഷൻ റിയാക്ഷൻ. ഈ കിട്ടിയ എന്താണ്? അഡീഷൻ പ്രോഡക്റ്റ് ആണ് നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്ലോറിൻ ഹൈഡ്രോ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യാം. അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണേറ്റ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുമായിട്ടാണെങ്കിൽ അഡീഷൻ റിയാക്ഷനും നടക്കുന്നു. ക്ലോറിൻ്റെ ഓക്സിഡൈസിങ് ആൻഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ്. ഓക്സിഡൈസിങ് ആൻഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ. ഓക്സിഡൈസിങ് ആൻഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ. ഓക്സിഡൈസിങ് ആൻഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ്. ശ്രദ്ധിക്കേണ്ടത്, ക്ലോറിൻ വാട്ടർ നമ്മൾ എടുക്കാം. ക്ലോറിൻ വാട്ടറിൻ്റെ കളറ് യെല്ലോ കളറാണ്. ക്ലോറിൻ വാട്ടർ യെല്ലോ കളർ. ക്ലോറിൻ വാട്ടറിന് കുറേ സമയം വെറുതെ വെക്കുക, സ്റ്റാൻഡ് ചെയ്യുക, വെറുതെ നിൽക്കുക. അപ്പോൾ അവിടെ എന്ത് കിട്ടും? HCl കിട്ടും, അതേപോലെ HOCl കിട്ടും. HCl കിട്ടും, HOCl കിട്ടും. ഈ കോമ്പൗണ്ട് എന്താണ്? കളർലെസ് ആണ്. ഈ കോമ്പൗണ്ട് എന്താണ്? കളർലെസ് ആണ്. അവർ കളേർഡ് സബ്സ്റ്റൻസ് എന്തായിട്ട് മാറി? കളർലെസ് ആയിട്ട് മാറി. കാരണം HOCl റിലീസസ് നാസൻ്റ് ഓക്സിജൻ. HOCl എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓക്സിജൻ. HOCl HCl വെറും ഓയുമായിട്ട് മാറും. ഈ നാസൻ്റ് ഓക്സിജനെ റിലീസ് ചെയ്യുന്നു, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓക്സിഡൈസിങ് ആൻഡ് ബ്ലീച്ചിങ് ആക്ഷൻ. ഈ നാസൻ്റ് ഓക്സിജനാണ് എന്തിന് കാരണമായിട്ട് വരിക? ഓക്സിഡൈസിങ് ആൻഡ് ബ്ലീച്ചിങ് ആക്ഷന് കാരണമായിട്ട് വരിക. അപ്പോൾ നമുക്ക് ക്ലോറിൻ്റെ കേസിൽ ഓക്സിഡേഷൻ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, അത് ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്സിഡേഷനും അതേപോലെ ബ്ലീച്ചിങ് ആക്ഷനും എന്താണെന്നുള്ളത് നോക്കാം. ഓക്സിഡേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2FeSO4 ഫെറസ് സൾഫേറ്റ് അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്യുക വിത്ത് ക്ലോറിൻ. ഫെറസ് സൾഫേറ്റ്, സൾഫ്യൂരിക് ആസിഡ്, ക്ലോറിൻ. എന്താ റിയാക്ഷൻ നടക്കുക? Fe2SO4 thrice. Fe2SO4 thrice plus 2HCl. Fe2SO4 thrice plus 2HCl. അത് ക്ലോറിൻ്റെ പ്രസൻസ് കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നടന്നു. കാരണം ഇവിടെ Fe+2 ഓക്സിഡേഷൻ നമ്പറാണ്. ഇവിടെ ചെന്നപ്പോൾ Fe എന്തായി? +3. അത് ഓക്സിഡേഷൻ നമ്പർ കൂടി, ഓക്സിഡേഷൻ നടന്നു. ആരെ പ്രസൻസ് കൊണ്ടാ? ക്ലോറിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. സോ ക്ലോറിൻ ഈസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അടുത്ത റിയാക്ഷൻ നോക്കാം. Na2SO3 സോഡിയം സൾഫൈറ്റ് പ്ലസ് ക്ലോറിൻ പ്ലസ് H2O. കിട്ടുന്ന പ്രോഡക്റ്റുകൾ Na2SO4 പ്ലസ് 2HCl. Na2SO4 പ്ലസ് 2HCl. അപ്പോൾ ഇവിടെയും ഓക്സിഡേഷൻ നടന്നു. ക്ലോറിൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോറിൻ ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി ബ്ലീച്ചിങ് ആക്ഷൻ എങ്ങനെ നോക്കാം? ബ്ലീച്ചിങ് ആക്ഷൻ ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ നോക്ക്, ക്ലോറിൻ വാട്ടർ അതായത് Cl2 പ്ലസ് H2O. ക്ലോറിൻ വാട്ടർ ആണ്. Cl2 പ്ലസ് H2O gives 2HCl plus O.
Cl2 plus H2O gives 2HCl plus O. ക്ലോറിൻ വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു കളേർഡ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ കളേർഡ് സബ്സ്റ്റൻസ് ആണ് ക്ലോറിൻ വാട്ടർ. കളേർഡ് സബ്സ്റ്റൻസ് അത് പിന്നെ എന്തായിട്ട് മാറാണ്? കളർലെസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറാണ് ചെയ്യാം. കളർലെസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് കളർലെസ് സബ്സ്റ്റൻസ്. കളേർഡ് സബ്സ്റ്റൻസ് എന്തായിട്ട് മാറും? കളർലെസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ ബ്ലീച്ചിങ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ ഈസ് പെർമനൻറ്റ്. ക്ലോറിൻ്റെ ബ്ലീച്ചിങ് എഫക്റ്റ് പെർമനൻ്റ് ആണ്. ഇറ്റ് ബ്ലീച്ചസ് വെജിറ്റബിൾ ഓർ ഓർഗാനിക് മാറ്റർ ഇൻ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. ഇതെന്ത് ചെയ്യുന്നു? വെജിറ്റബിൾ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററുകളെ വാട്ടറിൻ്റെ പ്രസൻസിൽ ബ്ലീച്ചിങ് നടത്തുന്നു. ബ്ലീച്ചിങ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ ഈസ് പെർമനൻറ്റ്. ഇറ്റ് ബ്ലീച്ചസ് വെജിറ്റബിൾ ഓർ ഓർഗാനിക് മാറ്റർ ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. ഇത്രയാണ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ അതേപോലെ ബ്ലീച്ചിങ് ആക്ഷനിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ക്ലോറിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യൂസസും കൂടെ നോക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ക്ലോറിൻ? ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ, യൂസസ് ഓഫ് ക്ലോറിൻ. ശ്രദ്ധിക്കുക. ഒന്ന്, ഫോർ ബ്ലീച്ചിങ് വുഡ് പൾപ്പ്, കോട്ടൺ, ടെക്സ്റ്റൈൽസ്. ബ്ലീച്ചിങ്, ഫോർ ബ്ലീച്ചിങ് വുഡ് പൾപ്പ്, കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽസ്. പിന്നെ ഒന്ന്, ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയ മെറ്റലുകളെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്? ക്ലോറിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഡൈസ് ആൻഡ് ഡ്രഗ്സ്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഡൈസ്. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? കളറിങ് ഏജൻറ്റ്, കളർ കൊടുക്കുന്ന വസ്തുവാണ്. ഡൈസ് ആൻഡ് ഡ്രഗ്സ്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഡൈസ് ആൻഡ് ഡ്രഗ്സ്. പിന്നെ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് CCl4, കാർബൺ ടെട്രാ ക്ലോറൈഡ്, DDT, റെഫ്രിജറൻസ് എക്സെട്ര. ഇതിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻ സ്റ്റെറിലൈസിങ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റെറിലൈസേഷൻ എന്ത് ചെയ്യും? ക്ലോറിൻ ഉപയോഗിക്കാം. പിന്നെ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫോസ്ജീൻ. ഫോസ്ജീൻ എന്ന് പറഞ്ഞാൽ COCl2 എന്നുള്ള കോമ്പൗണ്ടാണ്. ഫോസ്ജീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ടിയർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ CCl2NO2. ഇതാണ് ടിയർ ഗ്യാസ്. CCl2NO2 ആൻഡ് മസ്റ്റാർഡ് ഗ്യാസ്. അപ്പോൾ ടിയർ ഗ്യാസ്, മസ്റ്റാർഡ് ഗ്യാസ്, ഫോസ്ജീൻ തുടങ്ങിയവയുടെ പ്രിപ്പറേഷന് വേണ്ടിയും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് ക്ലോറിനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, യൂസസ്.